മൂന്നാർ പോതമേടിൽ 50 അടി താഴ്ചയിലേക്ക് ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ചെന്നൈ സ്വദേശി പ്രകാശാണ് മരിച്ചത്. ഒരു കുട്ടിയടക്കം 11 പേരാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത്. ആൽവിൻ തോമസ് ഉണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി. ആൽവിൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? മണിക്കാണ് ഈ അപകടം ഉണ്ടായത്. പോതമേട് ഒരു സ്വകാര്യ റിസോർട്ടിൽ താമസിക്കുകയായിരുന്നു ചെന്നൈ സ്വദേശികളായ 10 പേർ. കോയമ്പേട്, ഊരാപ്പക്കം എന്നീ ഇവിടുങ്ങളിൽ നിന്ന് വന്ന സ്വദേശികളാണ് ഈ റിസോർട്ടിൽ താമസിച്ചത്. ഇവർ രാവിലെ സൈറ്റ് സീയിങ്ങിനായി രാവിലെ 9:30 മണിയോടുകൂടി ജീപ്പിൽ കയറി. ജീപ്പ് പിന്നിലോട്ടേക്ക് എടുക്കുമ്പോൾ ജീപ്പിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഏതാണ്ട് 50 അടി താഴ്ചയിലേക്ക് ജീപ്പ് പതിക്കുകയായിരുന്നു. ഒരു തേയിലത്തോട്ടമായിരുന്നു, ആ തേയിലത്തോട്ടത്തിലേക്കാണ് പതിച്ചത്. ഇതിൽ 10 പേർക്ക്, ഒരു കുട്ടിയടക്കം 10 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. കാര്യമായ പരിക്കുകൾ ഇവർക്കുണ്ട്. ഫ്രാക്ചർ ഉൾപ്പെടെയുള്ള പരിക്കുകൾ ഉണ്ട്. കൈക്കും കാലിനുമൊക്കെ ഒടിവുണ്ട്. ഒരാളാണ് മരിച്ചത്. ചെന്നൈ സ്വദേശിയായ പ്രകാശ് എന്നയാളാണ് മരിച്ചത്. ഈ പ്രകാശ് ജീപ്പിനടിയിൽ പെടുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുൾപ്പെടെ ആളുകൾ അവിടെ എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി മറ്റുള്ളവരെ ടാറ്റ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 10 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഒരാൾ മരിക്കുകയും ചെയ്തു. ഈ അപകടത്തിൽ മൂന്നാർ പോതമേടാണ് ഈ അപകടമുണ്ടായത്. ജീപ്പിന്റെ നിയന്ത്രണം റിവേഴ്സ് എടുക്കുമ്പോൾ ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് ഏതാണ്ട് 50 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. പെട്ടെന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്ന ആളുകളും നാട്ടുകാരും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ വലിയ ഗുരുതരമായ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇല്ല, ശരി, വ്യക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ്. മൂന്നാർ പോതമേടിലാണ് 50 അടി താഴ്ചയിലേക്ക് ജീപ്പ് മറിഞ്ഞ ഒരാൾക്ക് ദാരുണമായ അന്ത്യമുണ്ടായിരിക്കുന്നത്.